ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഐസ്ക്രീം ഇല്ലാതെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിൽ നോമ്പ് തുറക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് കസ്കസ്, നമ്മുടെ ബേസിൽ സീഡ്സ് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പം ഇതിപ്പോൾ ഞാൻ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുവാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിനും കുറേ മുമ്പേ തന്നെ ഇത് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുതിർന്ന് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതും കൂടി ഉണ്ടെങ്കിലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ വെള്ളത്തിലിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് കുറച്ച് കോൺഫ്ലോർ ആണ്. അതിപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ആയാലും മതി. അപ്പോൾ ഏതായാലും 2 ടേബിൾ സ്പൂൺ ചേർക്കണം. അപ്പോൾ ഞാൻ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കലക്കി വെക്കണം. ഇതിനകത്ത് കട്ടയൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് കലക്കിയെടുക്കണം. ഒട്ടും തന്നെ തരികൾ പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 1/4 കപ്പ് വെള്ളത്തിലാണ് ഇത് കലക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കലക്കി വെക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ കലക്കി വെക്കുകയാണെങ്കിൽ ഒഴിക്കാൻ നേരത്ത് ഒന്നും കൂടി ഒന്ന് കലക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇതിങ്ങനെ അടിയിൽ ഇങ്ങനെ അതിൻ്റെ പൊടിയൊക്കെ അടിയിലായിട്ട് വെള്ളം മുകളിൽ വന്ന് കിടക്കും. അപ്പോൾ ഒഴിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് കലക്കിയിട്ട് മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ കിട്ടും, പാല് പോലെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ മാറ്റി വയ്ക്കാം. ഇനി പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് ചൂടായി വരണം. ചൂടായി വന്നതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം പാല് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് കലക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം മാത്രം തെളിഞ്ഞ് നിൽക്കും. പിന്നെ കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡറാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ പിടിച്ചു വരും. ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ ചെറുതായിട്ടൊന്ന് പാല് കുറുകാൻ തുടങ്ങും. അപ്പോൾ ഒരുപാട് കുറുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് വാനില എസൻസ് അല്ലെങ്കിൽ വാനില പൗഡർ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ വാനില എസൻസ് ആണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഞാൻ ചേർത്തത് വാനില പൗഡറാണ്. അതുകൊണ്ടൊരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ വാനില പൗഡറിൻ്റെ ഒരു നല്ല മണം നമുക്ക് ഐസ്ക്രീമിനെ പോലെ തോന്നും കഴിക്കുമ്പോൾ. അതുപോലെ തന്നെ ഒരു 3/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് 3/4 കപ്പിൻ്റെ ഇടയ്ക്ക് മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നല്ല മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്ട്രോബെറി സിറപ്പ് ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾ റോസ് വാട്ടർ ചേർത്താലും മതി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പിസ്ത ഫ്ലേവർ ചേർത്താലും മതി. അപ്പോൾ ഏത് ഫ്ലേവറാണോ ചെയ്യുന്നത് അതനുസരിച്ച് അതിൻ്റെ കളറിലായിരിക്കും നമ്മുടെ ഈ ഡ്രിങ്ക് കിട്ടുക. ഇപ്പോൾ സ്ട്രോബെറി സിറപ്പാണ് ഞാൻ ചേർത്തത്, അതുകൊണ്ട് അതിനിപ്പോൾ ഒരു പിങ്ക് കളർ കിട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ റോസ് സിറപ്പ് ചേർത്താലും ഈ ഒരു പിങ്ക് കളർ കിട്ടും. പിസ്ത ആണെങ്കിൽ മാത്രം അതിനൊരു ഗ്രീനിഷ് കളറായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് കളർ വേണമെങ്കിലും, ചോക്ലേറ്റ് ആണെങ്കിലും ചേർക്കാം. ഇപ്പോൾ ഇതുപോലെ ചേർത്ത് നമുക്ക് പാല് തിളയ്ക്കുമ്പോൾ ഇത് ഓഫ് ചെയ്ത് ഇങ്ങനെ മാറ്റി വെക്കാം. ഇനി നന്നായിട്ട് ഇത് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം നമ്മുടെ വെള്ളത്തിലിട്ട് വെച്ച കസ്കസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രമേ കസ്കസ് ചേർക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് കസ്കസ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കുടിക്കുമ്പോൾ നല്ല ഒരു ഐസ്ക്രീം ഡ്രിങ്കിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. ഐസ്ക്രീം ഇല്ലാതെ തന്നെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിലുള്ള നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പം നോമ്പ് തുറക്കൊക്കെ നല്ലതാണിത് കഴിക്കാനും. അതുപോലെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്